GST വകുപ്പിലെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവുണ്ടായിട്ടും സീനിയോറിറ്റി ലിസ്റ്റിൽ ഒപ്പിടാതെ GST കമ്മീഷണർ മാർച്ച് 17-ന് GST കമ്മീഷണറുടെ മുൻപിലെത്തിയ ഫയൽ മാർച്ച് 31-ന് അഡീഷണൽ കമ്മീഷണർക്ക് തിരികെ അയച്ചു. പ്രൊമോഷൻ നൽകാതെ 26 ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് GST കമ്മീഷൻ അധിക ഡ്യൂട്ടി നൽകി. 24 എക്സ്ക്ലൂസീവ് അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജി, എന്തുകൊണ്ടാണ് ഈ ഫയൽ തിരിച്ചയച്ചത്? എന്താണ് ഇതിലൊരു വിശദീകരണം? പ്രവിത, ഹഷ്മി, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് ഈ ഫയൽ GST കമ്മീഷണർ തിരിച്ചയച്ചത് എന്നതിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് GST കമ്മീഷണർ തന്നെയാണ്. കാരണം GST വകുപ്പിൽ വലിയ തരത്തിലുള്ള ജോലിഭാരവും ജോലി സമ്മർദ്ദവും ഉദ്യോഗസ്ഥർ അവിടെ അനുഭവിക്കുന്നുണ്ട്. സീനിയോറിറ്റി ലിസ്റ്റിൽ അടക്കം പ്രൊമോഷൻ നൽകാതെ ആ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടാതെ GST കമ്മീഷണർ ഫയൽ തൻ്റെ മുൻപിലെത്തിയിട്ടും അത് താഴെത്തട്ടിലേക്ക് വീണ്ടും മാറ്റുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നത്. അതായത് മാർച്ച് 17-ന് GST കമ്മീഷണറുടെ മുമ്പിൽ ഫയൽ എത്തിയിരുന്നു. ഈ ഫയൽ മാർച്ച് 31-ന് അഡീഷണൽ കമ്മീഷണർക്ക് തിരികെ അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് GST വകുപ്പിലെ സ്ഥാനക്കയറ്റത്തിലെ നിർണായകമായ സ്ഥാനക്കയറ്റത്തിന്റെ ഫയലാണ്. ഈ നിർണായകമായ സ്ഥാനക്കയറ്റത്തിന്റെ ഫയലിലാണ് GST കമ്മീഷണർ ഒപ്പിടാതെ കോടതിയിൽ നിന്നടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മാസത്തിനകം ഈ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് എത്രയും വേഗം ഈ സീനിയോറിറ്റി ലിസ്റ്റ് പുറത്തിറക്കി ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ GST കമ്മീഷണർ അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് മെയ് അവസാന വാരത്തോടെ നിരവധി GST വകുപ്പിൽ നിന്നും നിരവധി ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ PSU റാങ്ക് ഹോൾഡേഴ്സിന്റെ പട്ടിക വരെ നിലവിലുണ്ട്. ഈ പട്ടികയിൽ നിന്ന് പോലും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാതെ ഒഴിവുകൾ ഉണ്ടായിട്ടും അവർക്ക് പോലും ജോലി നൽകാതെ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അമിത ജോലിഭാരം ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സീനിയോറിറ്റി ലിസ്റ്റിൽ GST കമ്മീഷൻ ഒപ്പിടുന്നില്ല. 26 പേർക്ക് അധിക ജോലി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോടതി ഉത്തരവ് പാലിക്കണമെന്നാണ് 26 പേരുടെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.